ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിർക്കാൻ വെക്കണം. ഈ സമയം കൊണ്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ മുറിച്ചെടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് ആദ്യം എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്യുവാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് യലപ്പനോ പെപ്പറാണ്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ കാബേജ് ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കാം. ഇനി ഒരു വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. അതിന് ശേഷം 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് കുതിർത്ത് വെച്ച അരി വാങ്ങിയിട്ട് അത് ഇതിലോട്ട് ഇടാം. ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി നീരുണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1/4 വേവ് വേവിച്ചെടുക്കാം. മുഴുവനായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് എന്നിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഉടനെ തന്നെ നല്ല തണുത്ത വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടൊന്ന് കഴുകാം. ഇപ്പം നമ്മുടെ അരി വെന്തിട്ടുണ്ട്, പക്ഷേ ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലോട്ട് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ക്യാരറ്റും ബെൽ പെപ്പറും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ചെറുതായിട്ട് വഴറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക. പിന്നെ നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഇത് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്, കാരണം ഇതാണ് എരിവിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഇനി ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 3 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇതൊന്ന് ഇളക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പൊന്ന് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളത് ചേർത്തിട്ട് ഇതിങ്ങനെ വെക്കുക. ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ മുട്ട നന്നായിട്ട് തിക്കായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മളിത് നന്നായിട്ട് പച്ചക്കറികളും മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയ സോസും ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ചോറും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് പതുക്കെ ആയിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ മുകളിലോട്ട് ആക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ സാധാരണ മിക്സ് ചെയ്യുന്നത് പോലെ ഇളക്കി കൊടുക്കരുത്. ഇനി അവസാനമായിട്ട് ഞാൻ പിങ്ക് സോൾട്ട് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് തരും. ഹിമാലയൻ സോൾട്ട് ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്തിട്ട് അവസാനമായിട്ടൊന്ന് തൂവി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.